നൂറനാട് CBM ഹയർ സെക്കൻഡറി സ്കൂളിന് USS പരീക്ഷയിൽ മികച്ച വിജയം. പരീക്ഷ എഴുതിയ 48 വിദ്യാർത്ഥികളിൽ 26 പേരും വിജയിച്ചതോടെ ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ വിജയിച്ച സ്കൂൾ എന്ന നേട്ടവും കൈവരിച്ചു. US 2025 എക്സാമിൽ നൂറനാട് CBM ഹൈസ്കൂളിനെ സംബന്ധിച്ച് വലിയ റെക്കോർഡാണ് ഈ വർഷം നമുക്ക് നേടാൻ കഴിഞ്ഞത്. മൊത്തം 50 കുട്ടികളിൽ 48 കുട്ടികളാണ് പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്തത്. അതിനകത്ത് 26 കുട്ടികൾക്ക് USS സ്കോളർഷിപ്പിനുള്ള യോഗ്യത നേടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ജൂലൈ മാസം മുതൽ ഏകദേശം ഫെബ്രുവരി പരീക്ഷയുടെ തലേന്ന് വരെയും വളരെ വലിയ ചിട്ടയായ കോച്ചിങ്ങാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഓരോ ആഴ്ചയിലും നമ്മൾ മോഡൽ എക്സാമുകൾ നടത്തി എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിലായിരുന്നു ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരുന്നത്. ശനിയാഴ്ചകളിൽ സ്പെഷ്യലായിട്ട് കുട്ടികൾക്ക് കോച്ചിങ് ക്ലാസ് നടക്കുന്നുണ്ടായിരുന്നു. ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ US നേടിയ സ്കൂളാണ് നമ്മുടെ നൂറനാട് CBM സ്കൂൾ. നമ്മുടെ 2 കുട്ടികൾക്ക് ഗിഫ്റ്റഡ് ചൈൽഡായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. 80 മാർക്കിന് മുകളിലുള്ള കുട്ടികളെയാണ് ഗിഫ്റ്റഡ് ചൈൽഡായിട്ട് തിരഞ്ഞെടുക്കുന്നത്. 2 കുട്ടികളുണ്ട്, സംയുക്തയും S ജാനകിയും. അങ്ങനെ 2 കുട്ടികളാണ് നമുക്ക് തിരഞ്ഞെടുക്കുന്നത്. എൻ്റെ പേര് സംയുക്ത, ഞാൻ 7ലാണ് പഠിക്കുന്നത്. ഞങ്ങളുടെ ഈ സ്കൂളിൻ്റെ ഈ വലിയ വിജയത്തിന് കാരണം ഞങ്ങളുടെ ടീച്ചർമാരാണ്. അവർ പറഞ്ഞ ഓരോ കാര്യങ്ങളനുസരിച്ച് പഠിച്ചത് കൊണ്ട് ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള വിജയം ഞങ്ങൾക്ക് ലഭിച്ചത്. ആദ്യമായിട്ട് ഇങ്ങനെ ക്ലാസ് തുടങ്ങാൻ നേരം ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. എങ്ങനെ ചെയ്യണം ഒന്നും അറിയാത്തൊരു അവസ്ഥയായിരുന്നു. ഈ ടീച്ചർമാരുടെ ഒരു അഭിപ്രായങ്ങളും ഉപദേശങ്ങളും കാരണം ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു വിജയം കിട്ടിയത്. അവർക്ക് ഒത്തിരി താങ്ക്സ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജാനകി. ഞാനിവിടെ 7th പഠിച്ചത്. എനിക്ക് USS കിട്ടാൻ കാരണം ഇവിടുത്തെ ടീച്ചേഴ്സ് തന്നെയാണ്. അവരുടെ പൂർണ്ണ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഇത്ര വിജയം ലഭിച്ചത് തന്നെ. എനിക്ക് ഇതുവരെയായിട്ട് ഇങ്ങനെ സപ്പോർട്ട് കിട്ടിയിട്ടില്ല. പേരൻസിൽ നിന്നും അതുപോലെ ടീച്ചേഴ്സിൽ നിന്നും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് വിജയം കിട്ടിയത്. അതുപോലെ ഇവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് ഞങ്ങളെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. അതുപോലെ ഇവർ നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ താങ്ക്സ്.